ശാന്തത ശ്വസിക്കുക, സമ്മർദ്ദം നിശ്വസിക്കുക, വഴക്കം കൈവരിക്കുക, മാറാവേദനകൾ ഒഴിവാക്കുക, ലോകം അടച്ചിടുക, ആന്തരിക സത്തയെ ട്യൂൺ ചെയ്യുക. ശരീരത്തിനായി മാത്രം വർക്കൗട്ട് ചെയ്യരുത്, മനസ്സിനും ശരീരത്തിനും ആന്തരിക ക്ഷേമത്തിനും വേണ്ടി വർക്കൗട്ട് ചെയ്യുക. ജീവിതത്തിൽ യോഗ കൊണ്ടുവരിക, ജീവിതശൈലിക്ക് ജീവൻ പകരുക. 2014 സെപ്റ്റംബർ 27 UN പൊതുസഭയുടെ 69ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ലോക സമൂഹത്തോട് ഒരു അന്താരാഷ്ട്ര യോഗ ദിനം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. योग हमारी पुरातन पारंपरिक अमूल्य देन है. योग मन व शरीर, विचार व कर्म, संयम व उपलब्धि की एकात्मता का तथा मानव व प्रकृति के बीच सामंजस्य का मूर्त रूप है. यह स्वास्थ्य व कल्याण का समग्र दृष्टिकोण है. योग केवल व्यायाम भर न होकर अपने आप से तथा विश्व व प्रकृति के साथ तादात्म्य को प्राप्त करने का माध्यम है. यह हमारी जीवन शैली में परिवर्तन लाकर तथा हम में जागरूकता उत्पन्न करके जलवायु परिवर्तन से लड़ने में सहायक हो सकता है. आइए हम एक अंतर्राष्ट्रीय योग दिवस को आरंभ करने की दिशा में कार्य करें. ഭാരത സർക്കാരിന്റെ യോജിച്ച ശ്രമങ്ങൾ കാരണം 193 അംഗ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ 177 കോ സ്പോൺസർ ചെയ്യുന്ന രാജ്യങ്ങളുടെ റെക്കോർഡ് സമവായത്തിന്റെ പിന്തുണയോടെ 2014 ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം ആയി സ്ഥാപിക്കപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അതിന്റെ പ്രമേയത്തിൽ യോഗ ആരോഗ്യത്തിനും ക്ഷേമത്തിനും സമഗ്രമായ ഒരു സമീപനം പ്രദാനം ചെയ്യുന്നുവെന്നും അതേസമയം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും അംഗീകരിച്ചു. ലോക ജനതയുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും യോഗ പരിശീലിക്കുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഈ അംഗീകാരം എടുത്തുകാട്ടി. ഇന്ത്യയിൽ അത് സമഗ്രമായ ആരോഗ്യത്തിന്റെ ഒരു യുഗത്തിന് തുടക്കമിട്ടു. രോഗശമനത്തേക്കാൾ പ്രതിരോധത്തിന് മുൻഗണന നൽകുന്ന തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിപ്ലവം. ആയുഷ് മന്ത്രാലയം 2015 ജൂൺ 21 ന്യൂഡൽഹിയിലെ രാജ്പഥിൽ വെച്ച് ആദ്യത്തെ അന്താരാഷ്ട്ര യോഗ ദിനം വിജയകരമായി സംഘടിപ്പിച്ചു. അവിടെ 2 ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ സ്ഥാപിക്കപ്പെട്ടു. ഒന്ന് 36,000-ഓളം പേർ പങ്കെടുത്ത ഏറ്റവും വലിയ യോഗ സെഷൻ, മറ്റൊന്ന് ഒരൊറ്റ യോഗ സെഷനിൽ 84 രാജ്യങ്ങളിൽ നിന്നുള്ള പങ്കാളികൾക്കൊപ്പം പരമാവധി ദേശീയതകൾ. വർഷങ്ങളായി അന്താരാഷ്ട്ര യോഗ ദിനാചരണം ലോകമെമ്പാടും ശക്തി പ്രാപിച്ചു. പുതിയ ഉത്സാഹികൾ ഈ പുരാതനക്ഷേമം വർഷം തോറും ഏറ്റെടുക്കുന്നു. 2016 ചണ്ഡീഗഡിൽ 2ാം അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അംഗവൈകല്യമുള്ളവർ ഒരുമിച്ച് യോഗ പ്രോട്ടോകോൾ ചെയ്യുന്ന മറ്റൊരു റെക്കോർഡ് സൃഷ്ടിക്കപ്പെട്ടു. 2017 ലക്നൌവിൽ നടന്ന 3ാമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിൽ 51,000-ത്തിലധികം യോഗ പ്രേമികൾ പങ്കെടുത്തു. മനസ്സും ശരീരവും തമ്മിൽ യോജിപ്പുണ്ടാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അതീവ സൂക്ഷ്മമായ ഒരു ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ആത്മീയ അച്ചടക്കമാണ് യോഗ. ആരോഗ്യകരമായ ജീവിതശൈലിക്ക് വഴികാട്ടിയായി കലയെ ശാസ്ത്രവുമായി സംയോജിപ്പിക്കുന്ന ഒരു പരിശീലനമാണ് യോഗ. ഇക്കാലത്ത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും വർഷം മുഴുവൻ യോഗ പരിശീലിക്കുകയും യോഗ പരിശീലനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. യോഗ ഇപ്പോൾ ഒരു ബഹുജന പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഉത്സവം അന്താരാഷ്ട്ര യോഗ ദിനത്തിന് 100 ദിവസം മുമ്പ് ആരംഭിച്ചു. ഈ 100 ദിവസങ്ങളിൽ ഒരു പൊതുപരിപാടി എന്ന നിലയിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഈ ഈവന്റ് അടയാളപ്പെടുത്തുന്നതിന് ലോകമെമ്പാടും നിരവധി യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ അവസരത്തിൽ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളായ പൈതൃക സ്ഥലങ്ങളിലും ഐക്കോണിക് സ്ഥലങ്ങളിലും യോഗ, ഗാർഡിയൻ റിംഗ്, ഓഷ്യൻ റിംഗ്, ആർട്ടിക് മുതൽ അന്റാർട്ടിക് വരെയുള്ള യോഗ, യോഗ സാഗർമാല, യോഗ ഭാരത് മാല, കൂടാതെ സമാനമായ മറ്റു പരിപാടികൾ അന്താരാഷ്ട്ര യോഗ ദിനാചരണങ്ങൾക്ക് വിപുലമായ മാനം നൽകുന്നു.
എല്ലാ തൽപരകക്ഷികളുടെയും പങ്കാളിത്തവും കൂട്ടായ പരിശ്രമങ്ങൾക്കൊപ്പം സർക്കാരിന്റെ കൂട്ടായ സമീപനം കൊണ്ട് മാത്രമാണ് ഇത് സാധ്യമായത്. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലളിതമായ യോഗ ദിനചര്യകളുടെ പരിശീലനം ഏറ്റവും വലിയ പൊതുജനാരോഗ്യ വ്യായാമമാണ്. ഇതൊരു നിസ്തുല മുന്നേറ്റമായി മാറിയിരിക്കുന്നു. ഇത് ലോകമെമ്പാടുമുള്ള 30 കോടിയിലധികം ആളുകൾ സ്വീകരിച്ച് പരിശീലിച്ചു വരുന്നു. അതിന്റെ സംസ്കൃത മൂലമായ യുജ് അനുസരിച്ച് യോഗ എന്ന വാക്കിന്റെ അർത്ഥം ചേരുക അല്ലെങ്കിൽ ഏകീകരിക്കുക എന്നാണ്. യോഗാഭ്യാസം സാർവത്രിക ബോധവുമായ ഒരു വ്യക്തിഗത അവബോധത്തിന്റെ ഐക്യത്തിലേക്ക് നയിക്കുമെന്ന് പറയപ്പെടുന്നു. 2700 BC മുതലുള്ള സിന്ധു സരസ്വതി താഴ്വര നാഗരികതയുടെ അനശ്വരമായ സാംസ്കാരിക പരിണത ഫലമായി യോഗ പരക്കെ കണക്കാക്കപ്പെടുന്നു. വേദത്തിനു മുമ്പുള്ള കാലഘട്ടത്തിൽ യോഗ അഭ്യസിച്ചിരുന്നെങ്കിലും യോഗ സൂത്രങ്ങളിലൂടെ സമ്പ്രദായങ്ങൾ ചിട്ടപ്പെടുത്തുകയും ക്രോഡീകരിക്കുകയും ചെയ്തത് മഹർഷി പതഞ്ജലിയാണ്. ഈ വിജ്ഞാന മേഖലയിലെ വിലമതിക്കാനാവാത്ത സംഭാവനയ്ക്ക് അദ്ദേഹം ക്ലാസിക് യോഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. പിന്നീട് പല ആചാര്യന്മാരും യോഗയുടെ സംരക്ഷണത്തിനും വികാസത്തിനും സംഭാവന നൽകി. പരിശീലനങ്ങൾ രേഖപ്പെടുത്തി ലോകമെമ്പാടും പ്രചരിപ്പിച്ചു. ഇന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ യോഗ പരിശീലനത്തിൽ നിന്ന് പ്രയോജനം നേടുന്നു. യോഗയുടെ പതിവ് പരിശീലനം ഒരു വ്യക്തിയുടെ വിവിധ തലത്തിൽ പ്രവർത്തിക്കുന്ന വിവിധതരം ശാരീരികവും മാനസികവുമായ നേട്ടങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന് സമീപകാല മെഡിക്കൽ ഗവേഷണങ്ങൾ കാണിക്കുന്നു. അതായത് ശരീരം, ഊർജം, മസ്തിഷ്കം, മനോഭാവം. നമ്മൾ പരിശീലിക്കുന്ന ഓരോ യോഗ സമ്പ്രദായവും ഈ വിഭാഗങ്ങളിൽ പെടുന്നു. യോഗയുടെ വിവിധ സ്കൂളുകൾ ഇവ കൂടുതൽ സ്വീകരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ജ്ഞാനയോഗ, ഭക്തിയോഗ, കർമ്മയോഗ, പതഞ്ജലി യോഗ, ഹഠയോഗ, കുണ്ടലിനി യോഗ, ധ്യാനയോഗ, മന്ത്രയോഗ, ലയയോഗ, രാജയോഗ, ജൈൻ യോഗ, ബൗദ്ധയോഗ മുതലായവ. വ്യാപകമായി പരിശീലിക്കുന്ന യോഗ സാധനകളിൽ ചിലതാണ് യമ, നിയമ, ആസന, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ബന്ധ, മുദ്ര, ഷഡ്കർമ്മം, യുക്താഹർ, മന്ത്രജപ്, യുക്തകർമ്മം. ഒരു യോഗ പരിശീലകൻ യോഗാഭ്യാസങ്ങളുടെ മാർഗനിർദ്ദേശ തത്വങ്ങൾ പാലിക്കണം. പരിശീലനത്തിന് മുമ്പ് യോഗാഭ്യാസങ്ങൾ ശാന്തവും നിശബ്ദവുമായ അന്തരീക്ഷത്തിൽ റിലാക്സ്ഡ് ആയ ശരീരവും മനസ്സുമായി നടത്തണം. ഇത് ഒഴിഞ്ഞ വയറിലോ നേരിയ വയറിലോ ചെയ്യണം. നിങ്ങൾക്ക് ബലഹീനത തോന്നുന്നുവെങ്കിൽ ചെറു ചൂടുള്ള വെള്ളത്തിൽ ചെറിയ അളവിൽ തേൻ കഴിക്കുക. ശരീരത്തിന്റെ ചലനങ്ങൾ സുഗമമാക്കുന്നതിന് ഭാരം കുറഞ്ഞതും സുഖപ്രദവുമായ കോട്ടൺ വസ്ത്രങ്ങൾക്ക് മുൻഗണന നൽകുന്നു. വിട്ടുമാറാത്ത രോഗങ്ങളോ വേദനകളോ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ യോഗാഭ്യാസങ്ങൾ നടത്തുന്നതിന് മുമ്പ് ഒരു ഫിസിഷ്യനെയോ യോഗ വിദഗ്ധനെയോ സമീപിക്കേണ്ടതാണ്. പരിശീലന സമയത്ത് പ്രാക്ടീസ് സെഷനുകൾ ഒരു പ്രാർത്ഥനയിലൂടെയോ അഭ്യർത്ഥനയോടെയോ ആരംഭിക്കണം. കാരണം ഇത് മനസ്സിന് റിലാക്സ്ഡ് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. യോഗാഭ്യാസങ്ങൾ ശരീരത്തെയും ശ്വാസത്തെയും കുറിച്ചുള്ള അവബോധത്തോടെ ശാന്തമായ രീതിയിൽ സാവധാനം നടത്തണം. ശ്വാസം പിടിക്കരുത്. അങ്ങനെ ചെയ്യാൻ പ്രത്യേകം സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ ശരീരം ബലമായി പിടിക്കരുത്, അല്ലെങ്കിൽ ശരീരം ഇളക്കരുത്. നിങ്ങളുടെ സ്വന്തം കഴിവിനനുസരിച്ച് പരിശീലനങ്ങൾ നടത്തുക. അഗാധമായ നിശബ്ദത അഥവാ ശാന്തിപാതയിലൂടെ സെഷൻ അവസാനിപ്പിക്കുക. പരിശീലനത്തിന് ശേഷം പരിശീലനത്തിന് 20 മുതൽ 30 മിനിറ്റിന് ശേഷം മാത്രമേ ഭക്ഷണവും കുളിയും പാടുള്ളൂ. ഒരിക്കൽ തയ്യാറായി കഴിഞ്ഞാൽ യോഗയുടെ ലോകത്തേക്ക് ശ്രദ്ധയോടെ ചുവടുവയ്ക്കുക. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ജ്ഞാനത്തിന്റെ ഗുണങ്ങൾ പ്രയോജനപ്പെടുത്തുക. നമുക്ക് യോഗയുടെ ലോകത്തേക്ക് പ്രവേശിക്കാം.